നഗരയാത്രകളിൽ നമ്മെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചാനുഭവമാണ് തെരുവുകളിൽ ജീവിക്കുന്ന അശരണരായ മനുഷ്യജീവിതങ്ങൾ. ആദ്യമാദ്യം നമ്മെ വല്ലാത്തൊരു സങ്കടക്കടലിൽ ആ കാഴ്ച കൊണ്ടെത്തിക്കുമെങ്കിലും പിന്നെ പിന്നെ കണ്ട് ഒരു മരവിപ്പായി മാറും. ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കും, അധികാരികൾക്ക് ഇതൊന്നും കാണാനുള്ള കണ്ണുകളില്ലേ എന്ന്. കാര്യമില്ല. കേരളത്തിൽ മാത്രം അനാഥമായി കിടക്കുന്ന വീടുകളുടെ എണ്ണം ലക്ഷത്തോളം വരുമെന്നാണ് അനൌദ്യോഗികമായ കണക്ക് സൂചിപ്പിക്കുന്നത്. പുത്തൻ തലമുറയ്ക്ക് സ്വദേശത്തേക്കാൾ വിദേശത്ത് സെറ്റിലാവാനാണ് പ്രിയം. അങ്ങനെ വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും അവർക്കൊപ്പം പോകാൻ നിർബന്ധിതരാകും. മക്കളും ചെറുമക്കളും വലിയ വീട്ടിലില്ലാതാകുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഒറ്റയ്ക്ക് താമസിക്കാനുള്ള ധൈര്യക്കുറവ് കാരണം ഏതെങ്കിലും ബന്ധുവീടുകളിലേക്ക് അവരും പോകും. ഇത്തരം പ്രവണതയാണ് കേരളത്തിൽ ഇപ്പോൾ പൊതുവെ കാണുന്നത്. ഈ പ്രവണത പെരുകി അനാഥമായി കിടക്കുന്ന വീടുകളുടെ എണ്ണം ലക്ഷമോ അതിനപ്പുറമോ എത്തിയെന്നാണ് യാഥാർത്ഥ്യം. ആൾപ്പാർപ്പില്ലാതെ കിടന്ന് നശിച്ചു പോകുന്ന വീടുകൾ ഇങ്ങനെ മഞ്ഞും മഴയും വെയിലും കൊണ്ട് തെരുവുകൾ ജീവിക്കുന്നവർക്ക് അന്തിയുറങ്ങാനുള്ള ഒരു സങ്കേതമായി മാറിയാൽ അതൊരു ദൈവികമായ പുണ്യപ്രവൃത്തിയല്ലേ? നിയമങ്ങളിൽ അതിനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അധികാരികൾ ആ വഴിക്ക് ഒന്ന് ശ്രമിച്ചാൽ അതൊരു മഹത് പ്രവൃത്തിയായി മാറും. ഒരിക്കലും നടക്കില്ല എന്നുറപ്പിച്ച എത്രയോ കാര്യങ്ങൾ ആർജവത്തോടെ യാഥാർത്ഥ്യമാക്കിയ ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഒരു മൂന്നാമൂഴത്തനായി അരയും തലയും ഉറക്കി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് ആ ഗവൺമെന്റ്. ഇനിയും ഒരിക്കൽ കൂടി ജനങ്ങളൊരവസരം നൽകിയാൽ, ഇത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പതിഞ്ഞാൽ അതൊരു വലിയ സന്തോഷത്തിന് വക നൽകുന്ന കാര്യമാണ്. നിർത്തുന്നു പ്രൊഫസർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന റിക്വസ്റ്റോടെ.